യെസ്, നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം. വറുത്തരച്ച് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചിക്കൻ കഴുകി വൃത്തിയാക്കി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെക്കാം. ഇത്രയും മസാല ചേർത്ത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ. അപ്പം ഇതിലേക്ക് വേണ്ട സവോള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സവോള നമുക്ക് ആവശ്യത്തിന് വേണം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. യെസ്, അപ്പോൾ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെക്കും. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്കെടുത്ത് മാറ്റാം. അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ദെൻ നമുക്ക് ആവശ്യമുള്ള എണ്ണ, ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം പാനിലോട്ട് തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവോള, കറിവേപ്പില ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് മസാലയ്ക്കുള്ള കൂട്ടാണേ. നമ്മൾ വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാലയും ആൻഡ് കുറച്ച് കറിവേപ്പില ആൻഡ് കുറച്ച് പെരുംജീരകം എല്ലാം കൂടെ ചേർത്ത് ഒരു ബ്രൗണിഷ് കളറാകുന്ന വരെ മൂപ്പിച്ചിട്ട് നമുക്ക് അരച്ച് എടുക്കണം. പ്രത്യേക ശ്രദ്ധിക്കണം, തേങ്ങ കരിയാൻ പാടില്ല. ലാസ്റ്റ് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് തിള വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ആൻഡ് ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ആൻഡ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.